ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ജിപ്സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് ഓയിലെല്ലാം ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മുടെ തന്നെ ഷോപ്പിൽ കയറ്റി നമ്മൾ അണ്ടർ ബോഡിയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തു, നമ്മൾ അടിഭാഗമൊക്കെ നോക്കി. നമുക്കധികം പാച്ച് വർക്കും തുരുമ്പും കാര്യങ്ങളൊന്നും അധികമില്ല, പക്ഷെ നല്ല ചെളിയുണ്ട് വണ്ടിയിൽ. അപ്പോൾ നമുക്കിനി ഇത് കെമിക്കൽ വാഷെല്ലാം ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മുടെ മെക്കാനിക്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കെമിക്കൽ വാഷ് ഇട്ട് അണ്ടർ ബോഡി ചെയ്യാനുള്ള പരിപാടിയാണ്. ബോഡി വാഷിനേക്കാളും നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് അണ്ടർ ബോഡി നീറ്റാണോ, തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. കഴുകി കഴിഞ്ഞപ്പോൾ കട്ട ചെളിയാണ് ഇളകി വീണത്. നമ്മുടെ വണ്ടി എന്തായാലും കുറേ കാലം വെള്ളം കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മൾ വാഷെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഗ്രീസിങ് ആണ് ചെയ്തത്. ഉള്ള എല്ലാ പോയിന്റിലും നമ്മൾ ഗ്രീസിങ് ചെയ്തു. മഴയെല്ലാം കൂടണതിന് മുമ്പ് അണ്ടർ ബോഡി കോട്ട് ചെയ്യാനും കൂടെയാണ് പ്ലാൻ. ഇതേപോലെ നിങ്ങളുടെ വണ്ടിയും ഒന്ന് അടിഭാഗമൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ നമ്മുടെ ഷോപ്പിലോട്ട് വരാവുന്നതാണ്. നമുക്കതിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കോട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വണ്ടി നല്ലോണം വാഷ് ചെയ്തു. ഒന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം മനുഷ്യക്കോലത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർക്ക് അണ്ടർ ബോഡി കോട്ട് ചെയ്യുക, പിന്നെ നമുക്ക് പാച്ച് വർക്ക്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്.